ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാച്ചുറൽ കേരള സ്റ്റൈൽ ഹെയർ ഓയിലാണ്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പുറത്തൊക്കെ ഉള്ളവർക്ക് ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ധാരാളം മുടി കൊഴിച്ചിലുണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. ഒരു കൈ കറിവേപ്പില, പിന്നെ നമുക്ക് 8 കുരുമുളക്, 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ ഉലുവ, അത് സോക്ക് ചെയ്തത് ഓവർനൈറ്റ് വെച്ചത്, പിന്നെ ഒരു 10 കൊച്ചുള്ളി, 5 നെല്ലിക്ക, കുറച്ച് കറ്റാർവാഴ. ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് വെളിച്ചെണ്ണയാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നാട്ടിലുള്ളവർക്ക് അത് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. കുരുമുളക് ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ കാണുന്ന പോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. നമുക്കിനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇല്ലാത്തവർ അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചില്ല, ആ കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് നമുക്ക് തലനീര് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുരുമുളക് യൂസ് ചെയ്യുന്നത്, അതായത് പനിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ബ്ലെൻഡറിൻ്റെ അകത്തിട്ട് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് എല്ലാം കൂടെ എണ്ണയിലിട്ടിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. എപ്പോഴും നമ്മൾ എണ്ണ കാച്ചുവാണെങ്കിൽ സിമ്മിലിട്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ട്രഡീഷണലി നമുക്ക് എണ്ണ കാച്ചുമ്പോൾ തുളസിയില, മൈലാഞ്ചി, ചെമ്പരത്തിയില, ചെമ്പരത്തിപ്പൂവ്, നീലയമരി തുടങ്ങിയവ ഉപയോഗിക്കാം. ഇപ്പോൾ എനിക്കിവിടെ സുലഭമായി കിട്ടുന്ന സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഇൻഗ്രീഡിയൻറ്റ് അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനായിട്ട് നമുക്ക് എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഇനി മൂത്ത് വരാൻ കുറച്ച് നേരോടെ പിടിക്കും. അതുവരെ നമുക്ക് തവി കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ആണോ? അനു ABCD അറിയാമോ? ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് നല്ലപോലെ മൂത്ത് അതിൻ്റെ ഒരു ബ്രൗണിഷ് കളറൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. എണ്ണയ്ക്കൊരു ലൈറ്റ് ഒരു യെല്ലോ കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കാരണം നമ്മുടെ ഈ ഇലയൊക്കെ കുറവായിരുന്നു, അത് കാരണം നമുക്കൊരു യെല്ലോ കളറാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഒത്തിരി ഇലകളൊക്കെ ഇടുവാണെങ്കിൽ അതിന് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും. ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഓഫാക്കിയിട്ട് നാളെ രാവിലെ കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കുന്നുള്ളൂ. കാരണം അപ്പോഴത്തേന് തണുത്ത് അതിൻ്റെ അകത്തുള്ള കുറച്ചുകൂടെ ഗുണങ്ങളെല്ലാം ആ എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങും. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ എണ്ണ ഞാൻ ഇപ്പോൾ ഒരു കുപ്പിയിലോട്ട് അരിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മൾ എണ്ണ എപ്പോഴും ചില്ല് കുപ്പികളിലേ സൂക്ഷിക്കുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കുപ്പി നമ്മൾ എണ്ണ വാങ്ങിയ അതേ കുപ്പി തന്നെയാണ്. ഇപ്പം നമുക്കൊരു 500 ml എണ്ണയാണ് നമ്മൾ എടുത്തെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 350 ml എണ്ണയെ കിട്ടിയിട്ടുള്ളൂ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇപ്പം നമ്മളിവിടെ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പുറത്തുള്ളവർക്കായാലും എളുപ്പം നമുക്ക് കൈ കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കി വരാൻ 1 മണിക്കൂറോളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഈ എണ്ണ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. വെൽക്കം ടു നീ അല്ലേ പറയണ്ടേ?